ഹലോ എവ്രി വൺ, വെൽക്കം ടു നന്നാൻ അക്കാദമി. PSC എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന 35 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, ഓട്ടോസ്കോപ്പ് എന്ന ഉപകരണം ഏതു ശരീരഭാഗത്തെ പരിശോധിക്കാൻ ഉപയോഗിക്കുന്നു? ഓട്ടോസ്കോപ്പ് എന്ന ഉപകരണം ഏതു ശരീരഭാഗത്തെ പരിശോധിക്കാൻ ഉപയോഗിക്കുന്നു? ഉത്തരം ചെവി. ഓട്ടോസ്കോപ്പ് എന്ന ഉപകരണം ചെവി പരിശോധിക്കാൻ ഉപയോഗിക്കുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം, 1857 കലാപത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു? 1857 കലാപത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. മൂന്നാമത്തെ ചോദ്യം, 1857 കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ആദ്യം വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം VD സവർക്കർ. VD സവർക്കറാണ് 1857 കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്. നാലാമത്തെ ചോദ്യം, വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന ചിന്തകൻ. വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന ചിന്തകൻ ആരാണ്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന ചിന്തകൻ. വിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികൾ. അഞ്ചാമത്തെ ചോദ്യം, ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ആദ്യത്തെ നാട്ടുരാജ്യമേത്? ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ആദ്യത്തെ നാട്ടുരാജ്യം സത്താര. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ആദ്യത്തെ നാട്ടുരാജ്യം ഏതാണ്? സത്താര. ആറാമത്തെ ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം JB കൃപലാനി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത് JB കൃപലാനി. ഏഴാമത്തെ ചോദ്യം, ഏത് സംഘടനയിലെ അംഗമെന്ന നിലയ്ക്കാണ് ആനി ബസന്റ് ഇന്ത്യയിലേക്ക് വന്നത്? ഏത് സംഘടനയിലെ അംഗമെന്ന നിലയ്ക്കാണ് ആനി ബസന്റ് ഇന്ത്യയിലേക്ക് വന്നത്? ഉത്തരം തിയോസഫിക്കൽ സൊസൈറ്റി. ഏത് സംഘടനയിലെ അംഗമെന്ന നിലയ്ക്കാണ് ആനി ബസന്റ് ഇന്ത്യയിലേക്ക് വന്നത്? ഉത്തരം തിയോസഫിക്കൽ സൊസൈറ്റി. എട്ടാമത്തെ ചോദ്യം, കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചതാര്? കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആര്? ഉത്തരം ബാലഗംഗാധര തിലകൻ. കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലകൻ. ഒമ്പതാമത്തെ ചോദ്യം, പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം. പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം 2. ഭാഗം 2-ൽ ഭരണഘടനയുടെ ഭാഗം 2-ൽ പ്രതിപാദിക്കുന്ന വിഷയം എന്താണ്? പൗരത്വം. പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ്? ഭാഗം 2-ലാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. ഭരണഘടനയുടെ ഭാഗം 2-ലാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. പത്താമത്തെ ചോദ്യം, പനയോലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കേരളത്തിലെ തടാകം. പനയോലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കേരളത്തിലെ തടാകം? ഉത്തരം അഷ്ടമുടിക്കായൽ. പനയോലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കേരളത്തിലെ തടാകം ഏതാണ്? അഷ്ടമുടിക്കായലാണ് പനയോലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കേരളത്തിലെ തടാകം. 11ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കാനായി നിയോഗിക്കപ്പെട്ട ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത്? ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കാനായി നിയോഗിക്കപ്പെട്ട ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത്? ഉത്തരം Dr. BR അംബേദ്കർ. ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കാനായി നിയോഗിക്കപ്പെട്ട ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് Dr. PR അംബേദ്കർ. 12ാമത്തെ ചോദ്യം, ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ആരുടെ കൃതിയാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരു. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ആരുടെ കൃതിയാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. 13ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായിക.
തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായിക. ഉത്തരം അക്കാമ ചെറിയാൻ. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായിക ആരാണ്? അക്കാമ ചെറിയാൻ. 14ാമത്തെ ചോദ്യം, മാപ്പിള ലഹളയെ പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കൃതി. മാപ്പിള ലഹളയെ പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കൃതി. ഉത്തരം ദുരവസ്ഥ. മാപ്പിള ലഹളയെ പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കൃതി ഏതാണ്? ദുരവസ്ഥ. 15ാമത്തെ ചോദ്യം, 1931 യാചനയാത്രയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ. ഉത്തരം വി ടി ഭട്ടതിരിപ്പാട്. 1931 യാചനയാത്രയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ വി ടി ഭട്ടതിരിപ്പാട്. 16ാമത്തെ ചോദ്യം, അഗ്നിശമനികളിൽ തീയണയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന വാതകം. അഗ്നിശമനികളിൽ തീയണയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന വാതകം. ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. അഗ്നിശമനികളിൽ തീയണയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. 17ാമത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയി പ്രവർത്തിച്ചത്. ഉത്തരം കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയി പ്രവർത്തിച്ചത് കെ കേളപ്പൻ. 18ാമത്തെ ചോദ്യം, അച്ചിപ്പുടവ സമരം നയിച്ച നവോത്ഥാന നായകൻ. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അച്ചിപ്പുട സമരം നയിച്ച നവോത്ഥാന നായകൻ ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 21ാമത്തെ ചോദ്യം, മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം. ഉത്തരം ഭാഗം 3. ഭാഗം 3ലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 3. 22ാമത്തെ ചോദ്യം, ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം. ഉത്തരം വരയാടുകൾ. നീൽഗിരി താറ്. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം ഏതാണ്? വരയാടുകൾ. 23ാമത്തെ ചോദ്യം, മനുഷ്യഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന 2 പാളികളുള്ള സ്ഥലം. മനുഷ്യഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന 2 പാളികളുള്ള സ്ഥലം പെരികാർഡിയം. മനുഷ്യഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന 2 പാളികളുള്ള സ്ഥലം ഏതാണ്? പെരികാർഡിയം. 24ാമത്തെ ചോദ്യം, കണ്ണിന് സർജറി നടത്തുമ്പോൾ മാറ്റിവെക്കപ്പെടുന്ന ഭാഗം. കണ്ണിന് സർജറി നടത്തുമ്പോൾ മാറ്റിവെക്കപ്പെടുന്ന ഭാഗം കോർണിയ. 25ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ അഭ്യസ്തവിദ്യരായ ജനങ്ങൾക്ക് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കണം എന്ന ആവശ്യത്തോടെ തിരുവിതാംകൂറിലെ ജനങ്ങൾ സമർപ്പിച്ച നിവേദനം. തിരുവിതാംകൂറിലെ അഭ്യസ്തവിദ്യരായ ജനങ്ങൾക്ക് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കണം എന്ന ആവശ്യത്തോടെ തിരുവിതാംകൂറിലെ ജനങ്ങൾ സമർപ്പിച്ച നിവേദനം. ഉത്തരം മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിലെ അഭ്യസ്തവിദ്യരായ ജനങ്ങൾക്ക് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കണം എന്ന ആവശ്യത്തോടെ തിരുവിതാംകൂറിലെ ജനങ്ങൾ സമർപ്പിച്ച നിവേദനം മലയാളി മെമ്മോറിയൽ. 26ാമത്തെ ചോദ്യം, കേരള സർക്കാരിൻ്റെ സൗജന്യ ചികിത്സാ പദ്ധതി. കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി. ഉത്തരം സുകൃതം. കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? സുകൃതം. സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി എന്ന് വായിക്കുക. ഉത്തരം സുകൃതം. എന്താണ് സുകൃതം പദ്ധതി? കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം. 27 ബോഷ് പ്രക്രിയ വഴി വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകം. ബോഷ് പ്രക്രിയ വഴി വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകം. ഉത്തരം ഹൈഡ്രജൻ. ബോഷ് പ്രക്രിയ വഴി വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് മൂലകമാണ്? ഉത്തരം ഹൈഡ്രജൻ. 28ാമത്തെ ചോദ്യം, ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് കടലിലാണ്? ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിൽ.
ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് കടലിലാണ്? ഉത്തരം അറബിക്കടലിൽ. 29ാമത്തെ ചോദ്യം. ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്നിവ പ്രവർത്തിക്കുന്നത് ഏത് തത്വത്തെ അടിസ്ഥാനമാക്കിയാണ്? ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്നിവ പ്രവർത്തിക്കുന്നത് ഏത് തത്വത്തെ അടിസ്ഥാനമാക്കിയാണ്? ഉത്തരം പാസ്കൽ നിയമം. ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്നിവ പ്രവർത്തിക്കുന്നത് ഏത് തത്വത്തെ അടിസ്ഥാനമാക്കിയാണ്? ഉത്തരം പാസ്കൽ നിയമം. 30ാമത്തെ ചോദ്യം. തിരുവിതാംകൂറിൽ രാജധാനി മാർച്ച് നടത്തിയത്? ഉത്തരം അക്കാമ ചെറിയാൻ. തിരുവിതാംകൂറിൽ രാജധാനി മാർച്ച് നയിച്ചതാരാണ്? അക്കാമ ചെറിയാൻ. 31ാമത്തെ ചോദ്യം. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്? പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് സ്പീക്കർ. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? സ്പീക്കർ. 32ാമത്തെ ചോദ്യം. ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം? ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഏതാണ്? ഷിംല. ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഷിംല. 33ാമത്തെ ചോദ്യം. പ്രോട്ടീൻ്റെ അടിസ്ഥാന ഘടകം? പ്രോട്ടീൻ്റെ അടിസ്ഥാന ഘടകം അമിനോ ആസിഡ്. പ്രോട്ടീൻ്റെ അടിസ്ഥാന ഘടകം അമിനോ ആസിഡ്. 34ാമത്തെ ചോദ്യം. മ്യൂട്ടേഷൻ തിയറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? മ്യൂട്ടേഷൻ തിയറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹ്യൂഗോ ഡെ വ്രീസ്. മ്യൂട്ടേഷൻ തിയറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹ്യൂഗോ ഡെ വ്രീസ് ആണ് മ്യൂട്ടേഷൻ തിയറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. 35ാമത്തെ ചോദ്യം. ബ്രിട്ടനിലെ ഇന്ത്യയുടെ അനൗദ്യോഗിക പ്രതിനിധി എന്നറിയപ്പെട്ടത്? ബ്രിട്ടനിലെ ഇന്ത്യയുടെ അനൗദ്യോഗിക പ്രതിനിധി എന്നറിയപ്പെട്ടത് ദാദാഭായ് നവറോജി. ബ്രിട്ടനിലെ ഇന്ത്യയുടെ അനൗദ്യോഗിക പ്രതിനിധി എന്നറിയപ്പെട്ടത് ദാദാഭായ് നവറോജിയാണ്. 35 ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താങ്ക് യു.